ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 7 വ്യാഴാഴ്ചയാണ്. ബാങ്ക് നിഫ്റ്റി 2.5% മുകളിൽ ഉയർന്നപ്പോൾ മിഡ് ക്യാപ്പ് ഏകദേശം 1.7%, സ്മോൾ ക്യാപ്പ് 2% അടുത്തുമാണ് ഉയർന്നത്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഒന്നടങ്കം ഉയരാനുള്ള കാരണമായത് അമേരിക്കയും ഇറാനും തമ്മിൽ ഏകദേശം 10 ആഴ്ചയായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുകൾ വന്നു. അമേരിക്ക സമർപ്പിച്ച ധാരണാപത്രം ഇറാൻ പരിശോധിക്കുകയാണെന്നും ഉടൻ തന്നെ ഒരു കരാറിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയും അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. ഈ സമാധാന പ്രതീക്ഷകൾ ആഗോള വിപണികളിൽ വലിയ ആശ്വാസമാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വലിയ ഇടിവാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. 2 ആഴ്ചയിലെ താഴ്ന്ന നിലയിലായിട്ടാണ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. ഒരു സമയത്ത് ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $100 താഴേക്കൊക്കെ പോയിരുന്നു. എന്നിരുന്നാലും ക്ലോസിംഗ് $100 മുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ക്രൂഡ് ഓയിൽ ഉണ്ടായ വലിയ ഇടിവ് കാരണം ഏഷ്യൻ കറൻസികളിലെല്ലാം ഒരു സ്ട്രെങ്ത് കാണാൻ ഇന്നലെ സാധിച്ചു. റുപ്പിയിലും വലിയ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഇന്നലെ കണ്ടത്. ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് ഇന്നലെ പുറത്തു വന്നതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കണ്ടത് ബജാജ് ഓട്ടോയുടേതായിരുന്നു. 4ാം പാദ ഫലങ്ങൾ പുറത്തു വന്നു. നെറ്റ് പ്രോഫിറ്റിൽ 34% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. ഇതൊരു റെക്കോർഡ് തന്നെയായിരുന്നു. 2746 കോടി രൂപയായിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് പുറത്തു വന്നത്. വരുമാനത്തിൽ 32% വർധനവാണ് കണ്ടത്. 16,006 കോടി രൂപയിലാണ് ഇപ്പോൾ വരുമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിറ്റഡയിൽ 36% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 3,323 കോടി രൂപയായിട്ടാണ് എബിറ്റഡ പുറത്തു വന്നത്. ഇനി മൊത്തം വാഹന വിൽപ്പനയിൽ 24% വർധനവും ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നു. 13.7 ലക്ഷം യൂണിറ്റ് ആയിട്ടാണ് രേഖപ്പെടുത്തിയത്. ആഭ്യന്തര വിപണിയിൽ മോട്ടോർ സൈക്കിളുകളിൽ 30% വർധനവാണ് വിൽപ്പനയിൽ കണ്ടത്. EV സെക്ടറിലുള്ള കമ്പനിയുടെ ഒരു പെർഫോമൻസ് കൂടി ഒന്ന് നോക്കാം. ചേതക് ഇലക്ട്രോണിക് സ്കൂട്ടറിന്റെ റീറ്റെയിൽ വിൽപ്പന 1 ലക്ഷം യൂണിറ്റ് പിന്നിട്ടിരിക്കുന്നു. ഇനി മറ്റൊരു അട്രാക്ഷൻ കൂടിയുള്ളത് ബൈബാക്കിന്റെ കാര്യമാണ്. 5,633 കോടി രൂപയുടെ ഷെയർ ബൈബാക്കിനും ബോർഡ് അംഗീകാരം നൽകി. 12,000 നിരക്കിൽ 46.94 ലക്ഷം ഓഹരികൾ തിരികെ വാങ്ങാനാണ് പദ്ധതിയിടുന്നത്. ഇന്നലെ 3.5% മുകളിൽ ഉയർന്ന ബജാജ് ഓട്ടോ ഇന്നും ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇനി ഏപ്രിൽ ഇന്ത്യയുടെ സർവീസ് മേഖല 5 മാസത്തിനിടയിലെ ഏറ്റവും വേഗത്തിലുള്ള വളർച്ച രേഖപ്പെടുത്തി. ഈ വളർച്ചയ്ക്കുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള സപ്ലൈ ചെയിൻ പ്രതിസന്ധികൾ ഉണ്ടായ സാഹചര്യത്തിൽ പ്രാദേശിക വിപണനക്കാരിൽ നിന്ന് കൂടുതൽ ആശ്രയം ലഭിച്ചതാണ് ഈ ഒരു വളർച്ചയ്ക്ക് കാരണമായത്. ഏഷ്യൻ വിപണിയിലേക്ക് മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളിൽ ഒരു പരിധിവരെ അയവ് വന്നു എന്നതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം നേട്ടത്തിലാണ്. പ്രത്യേകിച്ച് ജപ്പാൻ മാർക്കറ്റ് നിക്കി 4% നേട്ടത്തിൽ, ഒരു ചരിത്ര നേട്ടത്തിൽ 62,000 എന്ന മാർക്കിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 0.6% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് 13% നേട്ടമുണ്ടാക്കിയതാണ് കോസ്പി മാർക്കറ്റ്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ ഒരു ഇടിവ് വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ കാര്യം നമുക്കറിയാം. ചിലപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൻ്റെ ഒപ്പം തന്നെ അത് കഴിഞ്ഞ ഉടൻ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ധാരാളം കാര്യങ്ങളും അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ പുറത്തു വന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. സമാധാന കരാർ ഇറാൻ സമ്മതിക്കാത്ത പക്ഷം ഇതിന് മുൻപുള്ളതിനേക്കാൾ വലിയ ഉയർന്ന തോതിലുള്ള ബോംബാക്രമണം നടത്തും എന്ന് ട്രംപ് വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അതുകൂടി നമ്മളൊന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,489 27 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 35 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ സാധ്യത കാണുന്നത്. യൂറോപ്യൻ വിപണികൾ ഇന്നലെ 2% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി US മാർക്കറ്റിലേക്ക് വന്നാൽ S&P 500ഉം നാസ്ഡാക്കും ഡൗ ജോൺസും നല്ല നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടുതൽ നേട്ടമുണ്ടാക്കിയത് നാസ്ഡാക്ക് ആയിരുന്നു. 2% മുകളിൽ ഉയർന്നു. എല്ലാ ദിവസവും റെക്കോർഡ് ഹൈസ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് US മാർക്കറ്റുകൾ. ഇന്നലെയും S&P 500ഉം നാസ്ഡാക്കും പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. ഇന്നലെ സ്റ്റോക്കുകളിൽ അവിടെ ഫോക്കസിൽ ഉണ്ടായിരുന്നത് AMD ആയിരുന്നു, അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ്. സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. 19% ഉയർന്നത്. റിസൾട്ടുകൾക്ക് ശേഷം എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്തതാണ് സ്റ്റോക്ക് ഇത്രയധികം ഉയരാൻ കാരണമായത്. US-ലും ഇപ്പോൾ റിസൾട്ട് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. S&P 500-ലെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത കമ്പനികളിൽ 80% എക്സ്പെക്ടേഷൻ
ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. യുദ്ധത്തിൽ ഒരു അയവ് വന്നതുകൊണ്ട് മാത്രമല്ല, Q1 റിസൾട്ടുകൾ വളരെ മികച്ചതായതുമാണ് ഇപ്പോൾ US മാർക്കറ്റുകൾ ഇങ്ങനെ കുതിച്ചുയരാൻ കാരണമാകുന്നത്. ഇന്നലെ US കൂടുതൽ നേട്ടമുണ്ടാക്കിയ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രീസ് 2.6% ഉയർന്നു, ഇൻഫർമേഷൻ ടെക്നോളജി 2.56% നേട്ടവും ഉണ്ടാക്കി. 11 സെക്ടറുകളിൽ 9 ഇന്നലെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 1.4% നേട്ടമുണ്ടാക്കി, ICICI ബാങ്ക് 2.8% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. HDFC ബാങ്ക് 3% മുകളിൽ ഉയർന്നു. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 1.5% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇതാ നല്ലൊരു അവസരമുണ്ട്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാം. കൂടാതെ F&O ട്രേഡിങ്ങിലാണ് നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി ബിൽഡിംഗ് കൂടാതെ OI അനാലിസിസ് അടക്കമുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. കൂടാതെ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ, ചാർട്ട് അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിംഗ് നമ്മൾ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം Q4 റിസൾട്ടുകൾ. നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് റെയ്മൺ ലൈഫ് സ്റ്റൈൽ രേഖപ്പെടുത്തിയത് 12 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 53% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 603 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. 8% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നു. എബിറ്റഡ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് 85 കോടി രൂപയാണ്. 14% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. അടുത്ത PB ഫിൻടെക് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയത് 261 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 54% വർധനവ് വന്നു. റവന്യൂ ആയിട്ട് രേഖപ്പെടുത്തിയത് 2061 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 36% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച റിസൾട്ട് തന്നെയാണത്. അടുത്ത പോളിക്യാബ് ഇന്ത്യ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 786 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 7% വർധനവാണ് വന്നിരിക്കുന്നത്. റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 8865 കോടി രൂപ. ഇയർ ഓൺ ഇയറിൽ 27% വർധനവ് കമ്പനി റിപ്പോർട്ട് ചെയ്തു. അടുത്തത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 408 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 19% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ശ്രീ സിമന്റ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 526 കോടി രൂപയാണ്. പക്ഷേ ഇയർ ഓൺ ഇയറിൽ 8% ഇടിവ് വന്നിരിക്കുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 915 കോടി രൂപയാണ്. 5.4% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിൽ ആദ്യം ബയോകോൺ എന്ന കമ്പനിയാണ്. ബയോകോൺ ഫാർമ കമ്പനിയുടെ സ്ഥാപകയായിട്ടുള്ള കിരൺ മസുംദാർ ഷാ പിൻഗാമിയെ തിരഞ്ഞെടുത്തു എന്ന വാർത്ത കമ്പനി നിഷേധിച്ചു. ഇപ്പോൾ ലീഡർഷിപ്പ് ചേഞ്ച് സംബന്ധിച്ച് യാതൊരു തീരുമാനവും ഇല്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത് ACME സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ സബ്സിഡറി ഗുജറാത്തിൽ 8 മെഗാവാട്ട് കാറ്റാടി വൈദ്യുതി പദ്ധതി ആരംഭിച്ചു. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ തെർമാക്സ്, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, വിക്രം സോളാർ, തെർമോ കെയർ ടെക്നോളജീസ്, വിമാർട്ട് റീറ്റെയിൽ, പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ്, പ്രൂഡന്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ്, സൊനാറ്റ സോഫ്റ്റ്വെയർ, ശക്തി പമ്പ്സ്, റെറ്റൻ ഇന്ത്യ പവർ, ലൂപ്പിൻ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ്, NOCIL, BSC ലിമിറ്റഡ്, ഡാബർ ഇന്ത്യ, ഗ്രാവിറ്റ ഇന്ത്യ തുടങ്ങിയവയാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 5835 കോടി രൂപയുടെ വലിയ സെല്ലിംഗ് ആണ് നടത്തിയത്. DIS ആവട്ടെ 6837 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.